ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. നാടൻ പശുക്കളെ വളർത്തുന്നവർ നേരിടുന്ന വലിയൊരു പ്രയാസമാണ് മരുന്ന് കൊടുക്കാനുള്ള ബുദ്ധിമുട്ട്. നാടൻ പശുക്കൾക്ക് മൂക്ക് കയറ് ഇടുന്ന ആൾക്കാരുണ്ട്, ഇടാത്ത ആൾക്കാരുണ്ട്. നമുക്ക് രണ്ട് ലെവലിലും നാടൻ പശുക്കളെ വളർത്താൻ പറ്റും. ഒന്നിച്ച് രണ്ടിലേറെ പശുക്കളുണ്ടെങ്കിൽ മൂക്ക് കയറേണ്ട ആവശ്യമില്ല. ഒരു പശു ഒറ്റക്കൊക്കെ വളർത്തുന്ന ആൾക്കാർക്ക് മൂക്ക് കയറില്ലെങ്കിൽ ബുദ്ധിമുട്ടായിട്ടും വരും. അപ്പോൾ സാധാരണ അസുഖങ്ങളൊന്നും വരില്ലെങ്കിലും നമുക്ക് ചില സാഹചര്യത്തിൽ മരുന്ന് ഇതൊക്കെ കൊടുക്കേണ്ടി വരുമ്പോൾ വലിയ പ്രയാസം ഉണ്ടാവും മൂക്കയർ ഇല്ലെങ്കിൽ. മൂക്കയറില്ലാത്ത പശുക്കൾക്ക് എങ്ങനെ മരുന്ന് കൊടുക്കാമെന്നുള്ളതാണ് ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. മൂക്കയറുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് മരുന്ന് കൊടുക്കാൻ സാധിക്കും, പിടിച്ചാൽ അവിടെ നിൽക്കും. പക്ഷെ മൂക്കയറില്ലാത്ത പശുക്കൾക്ക് എങ്ങനെ കൊടുക്കാമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമ്മളൊരു വടക്കയർ, മുഖക്കയർ എന്തായാലും വേണം. അതിലൊരു കയറിട്ടിട്ട് വലിച്ച് കെട്ടണം. ഒരു ഭാഗത്ത് കുറച്ച് തല ഉയർന്ന രീതിയിൽ നിൽക്കുന്ന രൂപത്തിൽ ഒരു കയറെടുത്തിട്ട് ഇതുപോലെ വലിച്ച് കെട്ടണം. നമുക്ക് വായുഭാഗം കുറച്ച് വലിപ്പമുള്ളൊരു കുപ്പിയിൽ വേണം മരുന്ന്, ഗുളിക അതൊക്കെ പൊടിച്ചിട്ട് ലിക്വിഡ് രൂപത്തിലായിട്ട് വെക്കാൻ. ഇതുപോലെ ഇപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ വായുഭാഗം കുറച്ച് നീളം വേണം. എന്നിട്ട് ഇതുപോലെ അങ്ങോട്ട് കൊടുത്താൽ മതി. ഇത് ഈ കെട്ടിയിട്ടില്ലെങ്കിൽ ഭയങ്കര പ്രയാസമാവും, ഇങ്ങനെ നിൽക്കില്ല ഒരുവിധം പശുക്കളും. പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് പഴത്തിലോ തീറ്റയിലോ കൊടുത്താൽ ആ സ്മെല്ല് കിട്ടിയാൽ പിന്നെ കഴിക്കില്ല. നാടൻ പശുക്കൾക്ക് അങ്ങനെ പ്രശ്നമുണ്ട്. ഇതുപോലെ നമ്മൾ കയറ് കെട്ടിയിട്ട് തന്നെ കൊടുക്കണം. വളരെ ഈസിയാണ്. ഇങ്ങനെ ആണ് നാടൻ പശുക്കൾക്ക് മരുന്ന് കൊടുക്കുന്നത്. കഴിച്ചിട്ടാൽ കഴിഞ്ഞു. പശുവിനും സന്തോഷം, നമുക്കും സന്തോഷം. ഇനി മൂക്ക് കുത്തിയ പശുക്കൾക്ക് കൊടുക്കാൻ അതിലേറെ സുഖമാണ്. അതാകുമ്പോൾ മൂക്കിൽ നിന്ന് പിടിച്ചാൽ തന്നെ അവിടെ ഒതുങ്ങിക്കോളും. ഇവിടെ അങ്ങോട്ട് ഉയർത്തി പിടിച്ചിട്ട് അവിടെ കൊടുത്താൽ മതി. വളരെ ഈസി ആയിട്ട് കൊടുക്കാം. അങ്ങനെ വെച്ചാൽ കുറച്ച് വായുഭാഗം കൂടുതലുള്ള കുപ്പി വേണമെന്നുള്ളൂ. അതങ്ങനെ ഒരു ഭാഗത്തും കൂടെ കൊടുത്തിട്ട് പ്രസ് ചെയ്താൽ മതി കുപ്പി. വളരെ ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റും. നാടൻ പശുക്കൾക്കാവുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സാധാരണ കൊടുക്കുന്നത്. ഇതുപോലെ ക്രോസ് ചെയ്യാൻ വരുമ്പോഴും ഒക്കെ ഈ മെത്തേഡ് ചെയ്താൽ മതി. രണ്ട് ഭാഗത്തേക്ക് അടുപ്പിച്ച് കെട്ടിയാൽ മതി. ഓക്കെ, നമസ്കാരം.